നമസ്കാരം. ഏകദേശം നീണ്ട 45 ദിവസങ്ങൾ എടുത്താണ് ചൊവ്വ ഒരു രാശിയിൽ നിന്നും അല്ലെങ്കിൽ നക്ഷത്രത്തിൽ നിന്നും മറ്റൊരു രാശിയിലേക്കോ നക്ഷത്രത്തിലേക്കോ പ്രവേശിക്കുക അഥവാ മാറുക. അതിനാൽ തന്നെ ചൊവ്വയുടെ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു കാര്യമാകുന്നു. ചൊവ്വയുടെ സ്ഥാനവും സ്വാധീനവും അനുസരിച്ച് തന്നെയാണ് ഓരോ രാശിക്കാരുടെയും ഭാഗ്യങ്ങളും ജീവിതത്തിൽ തെളിയുക. നിലവിൽ വ്യാഴത്തിന്റെ നക്ഷത്രമായ പുണർദം നക്ഷത്രത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കാനായി പോവുകയാണ്. ഈ രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി ഭവിക്കുന്ന അഥവാ രാശിക്കാർക്ക് അനുകൂലമായി ഭവിക്കുന്ന കാര്യമായി മാറും. ഏതെല്ലാം രാശിക്കാർക്കാണ് തന്മൂലം ഭാഗ്യം കൂടുതലായും സിദ്ധിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി ഇടവം രാശിയാകുന്നു. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ജീവിതത്തിന്റെ പല മേഖലകളിലും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. പലപ്പോഴും വിഷമങ്ങളും ദുഃഖങ്ങളും സഹിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം ചൊവ്വയുടെ നക്ഷത്ര മാറ്റത്താൽ വന്ന് ചേരാവുന്നതാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് കൂടുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് അനവധിയാർന്ന നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. വ്യാപാരികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. കാരണം നിങ്ങൾക്ക് കച്ചവടം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. കടബാധ്യതകൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ചില പരാധീനതകളുണ്ട് എങ്കിൽ പോലും അത് മറികടക്കുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. ഒന്നിൽ കൂടുതൽ ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പലരുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ജോലിയുടെ പേരിൽ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യവുമുണ്ട്. ജോലിയിൽ കഴിവ് തെളിയിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. സാമ്പത്തിക നേട്ടങ്ങൾ ഒട്ടനവധി ഈ രാശിക്കാരെ തേടി എത്തുന്നതാണ് അഥവാ ഈ രാശിയിലുള്ള നക്ഷത്രക്കാരെ തേടി എത്തുന്നതാകുന്നു. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവെച്ചിട്ടുണ്ടാകാം. ആ കാര്യങ്ങൾ പോലും ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. ആഗ്രഹങ്ങളുടെ മനസ്സിൽ. എന്നാൽ പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അതല്ല തൊഴിൽപരമായോ ബിസിനസ് പരമായോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ധനപരമായും തൊഴിൽപരമായും ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്നാണ്. കൂടാതെ ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ പിന്നീട് വിനിയോഗിക്കാം, അല്ലെങ്കിൽ ആലസ്യത്താൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ പാടുള്ളതല്ല. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ചൊവ്വയുടെ നക്ഷത്രമാറ്റം ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമായി ഭവിക്കും. ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ സാമൂഹികപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ കൂടുതൽ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം സാമ്പത്തിക സ്രോതസ് നിങ്ങൾക്ക് അനുകൂലമായി തീരാം.
സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ, ചില ദുരിതങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. മുൻപ് നടത്തിയതായ നിക്ഷേപങ്ങളിൽ നിന്ന് പോലും വരുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരെ തേടിയെത്തും. പ്രധാനമായും ജോലിയിൽ ശോഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. സാമൂഹികപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താല്പര്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഇവർ. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാതെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മനസ്സിൽ പല കാര്യങ്ങളുമുണ്ട് എങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. പലപ്പോഴും തടസ്സങ്ങളാലോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന മനോഭാവത്താലോ അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടും നടക്കാത്തതായ സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം പ്രധാനമായും അലട്ടിയിരുന്നതായ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങളാണ് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിഷമങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന കാര്യങ്ങളാൽ ഒഴിവാക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. വിദ്യയിൽ അല്പം കൂടി ഉയർച്ച നേടുവാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. സ്വയം തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കുറച്ച് അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പല രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ കൈകളിലേക്ക് ധനം വന്ന് ചേരാത്തതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് ഇവർ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ, കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നതായ രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നടക്കുന്നതായ സാഹചര്യമുണ്ട്. ആഗ്രഹിച്ച രീതിയിൽ തന്നെ വളരുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് സാമ്പത്തിക സഹായങ്ങളാലും പല വ്യക്തികളുടെ സഹായങ്ങളാലും ഇപ്രകാരം സംഭവിക്കാം. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. കൂടാതെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കും. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ സംഭവിക്കുന്നതാണ്. ആഗ്രഹിച്ച രീതിയിൽ തന്നെ വളരുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നതാണ്. സാമ്പത്തിക പരാധീനതകൾ ഇവരിൽ നിന്നും അകലുന്നതാകുന്നു. സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. അത് പലവിധ സാമ്പത്തിക ദുരിതങ്ങൾക്കും താൽക്കാലികമായ ആശ്വാസമായി മാറാവുന്നതുമാണ്. കൂടാതെ ജോലിയിൽ ശോഭിക്കാനുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ധനവിനിയോഗം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. കൂടാതെ വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. അവസരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യത ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെ ആകുന്നതുമാണ്. സമ്പത്ത് ക്രമാതീതമായി വർദ്ധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിലുള്ള ചിന്തകളും ശരിയായ രീതിയിലുള്ള പ്രവൃത്തികളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിനാൽ പല കാര്യങ്ങളിലും വിജയങ്ങളും സാമ്പത്തികപരമായ നേട്ടങ്ങളും കടന്നു വരാം.